എല്ലാവർക്കും നമസ്തേ. SPYSSNYC മലയാളം ഓൺലൈൻ അദ്വൈതാമൃതം 59ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ യോഗബന്ധുക്കളെയും ഏറെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ആദ്യമായി ഗുരുസ്തുതി ദൈവദശകം ആലപിക്കുന്നതിനായി ബീന ജെ ഒക്കെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം ബീനാക്ക. ഹരി ഓം. ഹരി ഓം അക്ക. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിതാനാം ശുദ്ധിഹേതവേ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമതാരഹിതാത്മനെ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരീകുർവദേ ശാന്തൈ കടാക്ഷൈ ശിഷ്യസഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാചം യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധൈ പാദാംബുജരജോല്ലവഃ നാരായണയതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ദൈവമേ കാത്തുകൊള്ളുന്നു കൈവിടാതിങ്ങു ഞങ്ങളെ നാവികൻ നീ ഭവാബ്ദിക്ക് ഒരാവിവൻ തോണി നിൻപദം ഒന്നൊന്നായെണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദിമുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല ഓതും മൊഴിയുമോർക്കിൽ നീ. അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങ് ഭഗവാനേ ജയ്
ജയിക്കുക മഹാദേവ ദീനാവനപരായണ, ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ, ജയിക്കുക ആഴമേറും നിൻ മഹസ്സാം ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. ഹരി ഓം. ശ്രീനാരായണ ഗുരുദേവനാൽ വിരചിതമായ ജനനി നവരത്ന മഞ്ജരിയുടെ മുൻ ശ്ലോകങ്ങളാണ് ഇനി വായിക്കാനുള്ളത്. മേലായ മൂലമതിയാലാവൃതം ജനനി നീലാസ്യമാടി വിടുമേ, കീലാലവായ്വനല്ല കോലാഹലം ഭുവനം ആലാപമാത്രമഖിലം. കാലാദിയായ മൃദുനൂലാലെ നെയ്യുമൊരു ലീലാപടം ഭവതിമേ, മേലാകെ മൂടുവതിനാരാരുമുള്ളതറി ലീലാംഗമാന്ത നിലയേ. മീനായതും ഭവതി മാനായതും ജനനി നീനാഗവും നഗകം, താനായതും ധരനദീ നാരിയും നരനും മാനാകവും നരകവും. നീ നാമരൂപമതിൽ നാനാവിധ പ്രകൃതി മാനായി നിന്നറിയും, ഈ ഞാനായതും ഭവതി ഹേ നാദരൂപിണി അഹോ നാടകം നിഖിലവും. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദതാരിലെഴുമെന്ന്, അൻപാണു മൗർവിയൊരിമ്പാം മനം ധനുരഹം ഭാവിയാണു വിജയീ. അമ്പാ തരുന്ന വിജയം പാപഭംഗിലം അഹംഭാനമാകുമതിനാൽ, വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം. ഹരി ഓം. നമുക്ക് തുടർന്നുള്ള ശ്ലോകങ്ങൾ പഠിക്കുന്നതിനായി ആചാര്യ സ്വാമിനി വിഷ്ണുപ്രിയാനന്ദജി എത്തിയിട്ടുണ്ട്. എല്ലാ ആദരവോടും കൂടി എല്ലാവർക്കും വേണ്ടി സ്വാമിനി വിഷ്ണുപ്രിയാജിയെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഹരി ഓം സ്വാമിനി. ഹരി ഓം. നമസ്തേ. ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടി എടുക്കാം. എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്നറിവ് നിൻ പാദ താരിലെഴുമൻ, അൻപാണ് മൗർവി ഒരു ഇരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയി. അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാവമാകുമതിനാൽ, അഹംഭാനം വൻഭാരം. അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനമാകുമതിനാൽ, വൻഭാരമാർന്ന തനുവും പാനമാമുലകവും പാനമാകുമഖിലം. എൻ്റെ പാപത്തെ ദൈവത്തിനൊരമ്പായിടുന്നറിവ്. എൻ്റെ പാപത്തെ നമ്മൾ ഇങ്ങനെ ഒരു അൻപ്, അൻപെന്ന് വെച്ചാൽ ഭഗവാനോടുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ മനുഷ്യരോടുള്ള സ്നേഹം. എൻ പാപം എയ്വതിന്, ഇങ്ങനെ നമ്മളുടെ പാപത്തെ ഇങ്ങനെ കളയാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വെറുതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഒരമ്പ് നമുക്ക് അതിനകത്ത് ഈ വില്ലിനകത്ത് വെച്ച് ഇങ്ങനെ എയ്യണമെങ്കിൽ നമുക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടേ പറ്റുള്ളൂ. വെറുതെ നമ്മൾക്ക് ഒരു വില്ലെടുത്തിട്ട് ഒരമ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റൂല. എന്തിനാണെങ്കിലും അതിന് നല്ല പരിശീലനം കിട്ടണം. എന്നാലും അതിനാ ഈ വള്ളിയൊക്കെ വലിച്ച് നല്ല പോലെ കെട്ടിയിട്ട് മുറുക്കം പാകത്തിനാണെങ്കിൽ മാത്രമേ അതിനകത്ത് അമ്പ് ഇരിക്കുകയുള്ളൂ. അതിന് നല്ല ശീലം ഉണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ ഈ എൻ്റെ പാപമൊക്കെ എഴുപതിനൊരമ്പായിടുന്ന അതുപോലെ ശ്രദ്ധയോടുകൂടി നമ്മളുടെ ഈ നെഗറ്റീവ്സൊക്കെ നമ്മൾക്ക് വരുന്നതായ ദോഷമായിട്ടുള്ള ചിന്തകള്, ദോഷമായ പ്രവർത്തികളൊക്കെ നല്ല ശീലത്തോടുകൂടി ആ അമ്പിലെങ്ങനെ ഞാണ് വലിച്ച് നമ്മൾ വില്ലിലെങ്ങനെ ഞാണ് വലിച്ചിട്ട്
ഇത് കറക്റ്റായിട്ട് അതിന്റെ ബലത്തിനനുസരിച്ച് കെട്ടുന്നുവോ അതുപോലെ നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കണം. ഏതെല്ലാം ചിന്തകളോടുകൂടി, ഭക്തിയോടുകൂടി, ജ്ഞാനത്തോടുകൂടി, വൈരാഗ്യത്തോടുകൂടി നമ്മൾ നല്ല പാകത്തിനുള്ള മുറുക്കത്തിൽ കെട്ടിയാലേ അതിനകത്ത് അമ്പ് എയ്യാൻ പറ്റുള്ളൂ, അമ്പ് പിടിച്ചാൽ നിൽക്കുകയുള്ളൂ. അതിനൊരു മാർഗം മാത്രം നിന്റെ പാദതാരിലെഴുമൻ. ആ നിന്റെ പാദത്തെ പിടിച്ചാൽ മാത്രമേ നമ്മളുടെ മനസ്സിന് അതിനുള്ള ഒരു ശാലീനത കിട്ടുള്ളൂ, അതിനുള്ളൊരു മൃദുത്വം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു പ്രവൃത്തിയിലൂടെ, ആ കർമ്മങ്ങളിലൂടെ നിരന്തരം നമ്മൾ ചെയ്തു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങളെ മാറ്റാൻ നമ്മളല്ല മാറ്റുന്നത്, അത് തനിയെ മാറിപ്പോകും നിരന്തരമുള്ള അഭ്യാസത്തിലൂടെ. അത് ഗീതയിലൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ധ്യാനയോഗത്തില്. അങ്ങനെ നമ്മൾ നിരന്തരം ഒരിടത്തിരുന്ന് തന്നെ നമ്മൾ നാമം ജപിക്കുക, അവിടെ പൂജ ചെയ്യുക ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ റൂമിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോൾ തന്നെ ഒരു പവർ ഉള്ളതായിട്ട് തോന്നും. നമ്മളൊരു കുറെ പേര് ഈ പ്രാണായാമൊക്കെ ഒരു റൂമിൽ ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ അവിടെ നല്ല പവർ വന്നായിട്ട് നമ്മൾക്ക് തോന്നാം പിന്നീട് ചെല്ലുമ്പോൾ. അതുപോലെ നിരന്തരം നിന്റെ പാദത്തിലേക്ക് എന്റെ ഓരോ പ്രവർത്തനങ്ങളും സമർപ്പിച്ചുകൊണ്ട് ചെയ്താല് എഴുമൻ അൻപാണ് മൗർവി. ആ മൗർവി എന്ന് വെച്ചാൽ ഞാൻ ആ വലിച്ചു കെട്ടു എന്ന് പറഞ്ഞില്ലേ നമ്മൾ അമ്പിലേക്ക്, വില്ലിലേക്ക് നമ്മൾ വലിച്ചു കെട്ടുന്ന വള്ളിയില്ലേ, ആ വള്ളിയാണ് ആര്? ഈ സ്നേഹം. ആ വള്ളി ഇച്ചിരി അഴിഞ്ഞു പോയ എന്തു പറ്റും? ഈ അമ്പ് അതിനകത്ത് നല്ല പോലെ ഇരിക്കില്ല. മൗർവി ഒരു ഇരുമ്പ് പോലെ, അല്ലെങ്കിൽ ഇച്ചിരി നല്ല പോലെ അങ്ങോട്ട് മുറുക്കി കെട്ടിക്കഴിഞ്ഞാൽ അത് ഇരുമ്പ് പോലെ ഇരിക്കും. അപ്പോഴും നമ്മൾ പിടിക്കുന്ന രീതിയിൽ അമ്പ് പോകില്ല. അത് എന്താണ് ആ ഇരുമ്പ് പോലെ ഇരിക്കുന്ന ദൃഢമായിട്ടുള്ള കാര്യം? അത് നമ്മുടെ മനസ്സാണ്. ധനുഹു, വില്ല്. അഹംഭാവിയാണ്. ആ അഹം എന്നതിനെ നിരന്തരം ഭാവന ചെയ്യുന്നത്, ആത്മരഹസ്യത്തെ സദാ ധ്യാനിക്കുന്നവനാണ് ആര്? അഹം. ഞാനെന്ന ആ ഭാവം. ഞാനെന്ന ഭാവം എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? ഇപ്പോ ഒരു മരണ വീട്ടിൽ നമ്മൾ പോയി കഴിഞ്ഞാല് ആ ശരീരം നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് തോന്നും ഇദ്ദേഹം മിണ്ടുന്നില്ല, അനങ്ങുന്നില്ല എന്നൊക്കെ തോന്നും. അദ്ദേഹത്തിന്റെ ശരീരം അവിടെ ഉണ്ടല്ലോ, ആ ശരീരത്തിലാണല്ലോ ഞാനെന്നൊക്കെ പറയുന്ന വസ്തു ഇരുന്നത്. ഏതാണ് പോയത് അതിനകത്ത് നിന്ന് ഇറങ്ങി? ആ ഞാൻ ഇറങ്ങിപ്പോയി. അപ്പൊ ആ ഞാൻ എന്ന് പറയുന്ന നമ്മുടെ ഈ ശരീരത്തെ അല്ല എന്നുള്ളത് നമ്മൾ ആ ബോഡി കാണുമ്പോൾ മനസ്സിലാകും. അതിൻ്റെ ഉള്ളിലുള്ള പ്രാണനെയാണ് നമ്മൾ എല്ലാ കാര്യം കൊണ്ടും ഇത് ഞാൻ ചെയ്തതാണ്, ഇത് ഞാനായിട്ടാണ് ഇതൊക്കെ വരച്ചത്, ഞാനായിട്ടാണ് എഴുതിയത്, ഞാനായിട്ടാണ് വീട് വെച്ചത്. ഇങ്ങനെ പല കാര്യങ്ങളിലും അതിൻ്റെ ഉടമസ്ഥനായിട്ട് നമ്മൾ പറയുമ്പോഴും കേൾക്കുന്നവർക്ക് നമ്മുടെ ശരീരമാണ് ഞാനെന്ന് തോന്നും. പക്ഷെ ഈ ശരീരം വിട്ട് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ശരീരത്തെ നമ്മൾ ഒരിക്കലും ഞാനാണെന്ന് പറയണില്ല. ആ ശരീരത്തിൽ എല്ലാ അവയവങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കിടപ്പ് കിടക്കുന്നത്. പക്ഷെ ആ അവയവങ്ങൾക്കൊന്നും പ്രവർത്തിക്കാനുള്ള ശക്തിയില്ല. ഞാൻ അതിനകത്ത് നിന്ന് ഇറങ്ങിപ്പോവും. ആ ശരീരം പിന്നെ ഞാനെന്ന് പറയുന്നില്ല, അതിന് ബോഡി എന്ന് മാത്രമേ പറയുള്ളൂ. ശരീരം എന്ന് കൂടി പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ബോഡി എന്ന് പറയും. അപ്പോൾ ഈ ശരീരത്തില് ആ പ്രാണനായിട്ടിരിക്കുന്ന ആ സത്യത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ എന്ത് വേണമെന്ന് പറഞ്ഞു? മനസ്സിനുള്ള ദൃഢത കുറയ്ക്കണം എന്ന് പറഞ്ഞു. മൃദുനൂലാലെ, ആ മൃദുവായിട്ടുള്ള ആ ഒരു മനസ്സ് നമ്മൾക്ക് വേണമെന്നാ പറയണേ. ഇപ്പൊ സ്വാമിജിമാരുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോ അവരുടെ സ്വരം വല്ലം മൃദുവായിട്ട് തോന്നും. എൻ്റെ ഗുരുവൊക്കെ ഇങ്ങനെ ഒരു വാക്കൊക്കെ സംസാരിച്ചാൽ പോലും നമുക്ക് എത്ര മധുരായിരുന്നു എന്ന്. ഇപ്പോഴും അതും ഇങ്ങനെ വളരെ റയറായിട്ടാണ് സംസാരിക്കുന്നത്. അത് ഓർക്കുമ്പോ തന്നെ നമ്മൾക്ക് വലിയൊരു സന്തോഷമാണ്. അവരെ അത്രയും സംസാരിച്ചാൽ മതി, നമ്മൾക്ക് ഒരു യുഗം നമ്മൾക്ക് കേട്ട പോലെ തോന്നും. ഇപ്പൊ 86 ഞാൻ സ്വാമിജിയുടെ അടുത്ത് ചെല്ലുന്നത്. 90 വരെ സ്വാമിജിയുടെ അടുത്തിരുന്നു. ആ അന്നത്തെ വാക്കുകൾ ഇന്നും നമ്മൾക്ക്
ഒരു മാറ്റവും കൂടാതെ സംസാരിച്ചതൊക്കെ നമ്മൾക്ക് തോന്നും. എന്താന്ന് വെച്ചാൽ അത്ര ഒന്നോ രണ്ടോ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അത്രയും മൃദുവായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്കാണ് തരുന്നത്. അപ്പൊ ഈ നമ്മളുടെ ഗുരുക്കന്മാരെ നമ്മൾ കണ്ടെത്തി ആ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ കേട്ടാല്, അത് കുഞ്ഞു പ്രായത്തിലെ കേട്ടാല് നമ്മുടെ ജീവിതം ധന്യമാകും. ഈ ദൃഢതയുള്ള ആ മനസ്സിൽ ആ ഞാനിങ്ങനെ വലിച്ചു മുറുക്കി കെട്ടാൻ നേരത്തിട്ട് ആ ഞാൻ മൃദുവാകണമെങ്കിൽ നല്ല നല്ല ഉപദേശങ്ങളും നല്ല നല്ല ജ്ഞാനം തരുന്ന ഉപദേശങ്ങൾ ആവശ്യമാണ്. ആ യുദ്ധത്തിൽ വിജയം കൈവരിക്കണമെങ്കിൽ അമ്മയായ നീയാണ് യുദ്ധത്തിന്റെ വിജയം. വിജയി അമ്പാ തരുന്നു വിജയം. ആരാണ് നമ്മൾക്ക് വിജയം തരുന്നത്? അമ്പാ തരുന്നു. എപ്പോഴൊക്കെ തരുന്നു? നമ്മൾ കുഞ്ഞായിട്ട് ജനിച്ച് ആശുപത്രിയിൽ നിന്ന് നമ്മളെ ഇങ്ങോട്ട് തരുമ്പോൾ ഒറ്റ കരച്ചിലുണ്ട്. അത് കഴിഞ്ഞ് ആരാണ് നമ്മളെ വിജയിപ്പിക്കണത്? അമ്മ എടുത്ത് മാറോടണിച്ച് പാല് തരുമ്പോ തൊട്ട് നമ്മൾക്ക് വിജയം തുടങ്ങും അല്ലേ? പാല് കിട്ടുന്നത് വരെ നമ്മൾ കരയും. ആ പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ സന്തോഷമാവും. കാരണം കുട്ടിക്ക് ആരോഗ്യമുണ്ട്, കുട്ടി മിടുക്കനാണെന്നൊക്കെ പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ്. അന്ന് മുതൽ നമ്മളുടെ വിജയം തുടങ്ങും. അമ്പാ തരുന്നു വിജയം. ആ അമ്പയാണ് തരുന്നതെന്ന് നമ്മൾ തിരിച്ചറിയാതെ ആകുന്നത് എപ്പോഴാണ്? ഒരു 10, 15, 16, 17 വയസ്സ് കഴിയുമ്പോ അമ്മ പറയും, മോളെ പഠിക്കല്ലേ, മോനെ പഠിക്ക് എന്ന് പറയും. അന്ന് ആ സമയത്ത് പഠിക്കുന്ന പറയേണ്ട സമയമായി. 15 വയസ്സും 16 വയസ്സൊക്കെ 10ലൊക്കെ ആയിരിക്കും, 9ലും 10ലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ അമ്മേനെ അമ്പാ തരുന്ന വിജയം എന്ന് പറയുന്ന അമ്മേനെ ഒന്നും കുട്ടികൾ അധികം പേരും കേൾക്കൂല. ആ സമയത്ത് അവര് പറയും അമ്മയോട്, അമ്മേ ഏത് സമയത്ത് അമ്മയ്ക്ക് ഒറ്റ വാക്കുള്ളൂ, എന്ത്? പടി 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 എന്ന്. അപ്പോ അവർക്ക് ഈ അമ്മേനെ ഇഷ്ടപ്പെടൂല. വിജയത്തിന് വേണ്ടി അമ്മ പറയുമ്പോഴും ചിലപ്പോൾ ഈ ടീനേജ് സമയങ്ങളില് നമ്മളുടെ ഹോർമോണിന്റെ വ്യത്യാസം കാരണം അച്ഛനും അമ്മയും നമ്മൾക്കൊക്കെ ശത്രുക്കളായി മാറാറുണ്ട്. അമ്മയും അച്ഛനും പറയുന്നത് കേൾക്കാനും അതനുസരിക്കാനും പറ്റാത്ത കുട്ടികൾക്ക് ഈ നൂല് എന്താകും? ഈ വില്ലില് വലിച്ചു കെട്ടിയേക്കണ നൂല് ദൃഢതയുള്ളതാകും, അൻപുണ്ടാവില്ല. അത് അതിനകത്ത് വെച്ചിട്ട് കൃത്യസ്ഥാനത്തേക്ക് നമുക്ക് കണ്ടെത്തി അമ്പ ചെയ്യാൻ സാധിക്കില്ല. അച്ഛനും അമ്മയും പറയാതെ ഇതിനകത്ത് കുട്ടികളുണ്ടോ? കേൾക്കാതെ വളരുന്ന കുട്ടികൾക്ക് കൃത്യ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ മനസ്സിന് മൃദുത്വം ഉണ്ടാകില്ല. അതുകൊണ്ട് കുഞ്ഞിലേ മുതൽ കുട്ടികളെയും ഒക്കെ നമ്മൾ ശീലിപ്പിക്കണം. പ്രാർത്ഥനയും ഒക്കെ ശീലിപ്പിക്കണം. ഇതിന്റെ അർത്ഥങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. ഇത് ഗുരു വെറുതെ നമ്മൾക്ക് എഴുതി വെച്ചിരിക്കുന്നതല്ല. നമ്മൾ ഇത് പഠിച്ച്, പണ്ടൊക്കെ നമ്മൾക്ക് പഠിപ്പിച്ചു തരാൻ ആളില്ല. നമ്മളുടെ ചെറുതിലൊന്നും നമ്മൾക്കിത് ഈ ഗുരുദേവ കൃതി ഉണ്ടെന്ന് പോലും അറിയില്ല. അത് ഉണ്ടെങ്കിൽ തന്നെ അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് ആർക്ക് സാധിക്കില്ല. ഇപ്പൊ ഇതിങ്ങനെ കുറച്ച് ക്ലാസ്സുകളും ഒക്കെ വന്ന് നമ്മൾ കുറച്ച് ചിന്തിച്ച് ഒക്കെ ഇതിങ്ങനെ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ ഗുരുദേവ കൃതികളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ മറ്റുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾക്ക് പഠിക്കാനുള്ളൊരു ത്വരവധി. എന്താന്ന് വെച്ചാല് ഇതിൽ നിന്ന് എളുപ്പമായിട്ട് പഠിക്കാൻ വേറെ ഏതെങ്കിലും പുസ്തകങ്ങൾ പറ്റുമോ? ഭാഗവതം പറ്റുമോ? രാമായണം പറ്റുമോ എന്നൊക്കെ നമ്മൾ നോക്കി തുടങ്ങും. അതുപോലെ അത്രയ്ക്കും എന്താ പറയണ ആ സത്ത ഊറ്റിയെടുത്തിട്ടാണ് ഈ രത്നമായിട്ട് ഈ നവരത്ന മഞ്ജരി കൊടുത്തിരിക്കുന്നത്. അതാ എല്ലാത്തിൻ്റെയും കൂടെ സത്ത ഒരു ഗുളിക പരുവത്തിലാക്കിയിട്ടാണ് ഗുരുദേവൻ ഇത് നവരത്നമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വിജയം കൈവരിക്കുന്നതിന് പാപപങ്കിലം അഹം, പാപപങ്കിലമായിരിക്കുന്ന ഞാൻ. അത് ഇതിനകത്ത് പാപപങ്കിലം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മള് അനേക ജന്മത്തെ ആ കർമ്മത്തിന്റെ ഗുണദോഷങ്ങൾ കൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ അനേക ജന്മങ്ങൾ ഇങ്ങനെ നിരന്തരം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. നല്ലതും ചീത്തയും ഒന്നും നമ്മൾക്കറിയില്ല. നമ്മൾ എന്തായാലും കർമ്മങ്ങളൊക്കെ ചെയ്യും. ആ കർമ്മത്തിന്റെ ഗുണം കൊണ്ടും ദോഷം കൊണ്ടും നമ്മൾക്ക് ഈ ഭൂമിയിലേക്ക് വരാതെ പറ്റൂല. ഗുണങ്ങളാണെങ്കിൽ ഗുണങ്ങൾ അനുഭവിക്കണം, ദോഷങ്ങളാണെങ്കിൽ ദോഷങ്ങൾ അനുഭവിക്കണം. അപ്പൊ ആ ഏതൊരു ഫലമാണെങ്കിലും നമ്മൾ അനുഭവിക്കാതിരിക്കാൻ പറ്റൂല. അപ്പൊ കഴിഞ്ഞ ജന്മം ഏത് ക്രിയയാണ്, ഏത് കർമ്മമാണ് ചെയ്തതെന്ന് നമ്മൾക്ക് അറിയില്ല. ഇപ്പൊ പെട്ടെന്ന് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വരാം, നമ്മൾ അറിയില്ല. അപ്പൊ
നമ്മൾ പറയും ഇങ്ങനെ, ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വന്നേ എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കില്ല നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നത്. ഈ പോയ ജന്മങ്ങളിൽ എന്തൊക്കെയോ ചെയ്തേക്കണേന്ന് നമ്മൾക്ക് അറിയില്ല. ചിലപ്പോ ഇങ്ങനെ നമ്മൾ കുറെ നാളിങ്ങനെ കിടന്ന് തന്നെ പോകും. കിടന്നിട്ട് നമ്മൾ ചിന്തിക്കും, എന്ത് ചെയ്തിട്ടായിരിക്കുമോ നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിലെത്തിയ. അങ്ങനെ ആ പാപപങ്കിലമാകുന്ന ആ ദുരിതങ്ങള്, സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പിന്നെയോ സഞ്ചിത കർമ്മം, ആഗാമി കർമ്മം, പ്രാരാബ്ധ കർമ്മം. സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാല് നമ്മള് സഞ്ചിയിലിട്ട് കൊണ്ടുവന്നതാ. അത് നേടിക്കൊണ്ടുവന്ന കർമ്മമാണ് സഞ്ചിത കർമ്മം. പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്ന നമ്മൾ ഈ ഇപ്പൊ വന്നിട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റാത്തതൊക്കെ നമ്മൾ ചെയ്യും. നമുക്കറിയില്ല ശരിയോ തെറ്റോ എന്ന്. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാതെ ചെയ്യും. അത് പ്രാരാബ്ധ കർമ്മം. പിന്നെ ആഗാമി കർമ്മം എന്ന് പറയുന്നത് ഈ സഞ്ചിത കർമ്മം എന്ന് പറഞ്ഞാൽ സഞ്ചയിച്ചു വെച്ചിരിക്കുന്ന, നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മം നമ്മൾ അനുഭവിക്കണം. അത് നമ്മൾ ഇവിടെ വന്നിട്ട് അനുഭവിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആ അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ ആ കർമ്മം വീണ്ടും കിടക്കുക. എങ്ങനെ? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് നമ്മൾ പൈസ അടയ്ക്കാതെ വന്നാല് പിന്നീട് ആ അടയ്ക്കാത്ത പൈസക്ക് ഒരു പലിശ എന്നും പറഞ്ഞ്, എന്തോ ഒരു പലിശ എന്നും പറഞ്ഞ് വീണ്ടും പൈസ കൂടും. അപ്പൊ നമ്മൾ ചെറുതായിട്ടായിരിക്കും ലോൺ എടുത്തത്, പക്ഷെ ഈ പലിശയുടെ പലിശയും കൂട്ടുപലിശയും കൂടെ കൂടി നമ്മൾക്ക് ആ ലോൺ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. എന്ന പോലെ ഈ സഞ്ചിത കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ചില്ലെങ്കിൽ, ചില രോഗങ്ങൾ വന്നാൽ പഴകി പോയാൽ മരുന്ന് കഴിച്ചാൽ മാറില്ല എന്ന് പറയും. പഴകുന്നതിന് മുന്നേ തുടക്കത്തിലെയാണെങ്കിൽ ചികിത്സിച്ചാൽ മാറും, പഴകിയാണെങ്കിൽ അതിനകത്ത് മരുന്ന് ഏൽക്കില്ല എന്ന് പറയും. എന്ന പോലെ ഈ കർമ്മങ്ങൾ ഇങ്ങനെ കിടന്ന് പിന്നെ ഇപ്പൊ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളെ ചേർത്ത് വെച്ച് ഇപ്പൊ കുറച്ച് കർമ്മങ്ങളും കൂടി ആയി. അങ്ങനെ ആ കർമ്മം തീരാതെ വരുന്നത് അടുത്ത ജന്മത്തിലേക്ക് ബാക്കി വെക്കുന്നതാണ് ആഗാമി കർമ്മം. നമ്മുടെ ജന്മം കൊണ്ട് ആ കർമ്മം തീരുന്നില്ല. അങ്ങനെ ഈ 3 കർമ്മങ്ങളെ നമ്മൾ നിരന്തരം അറിഞ്ഞിട്ട് നമ്മളുടെ പ്രവർത്തനത്തിലൂടെ ഏതെങ്കിലും രീതിയിൽ അത് കുറയാവുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് നമ്മൾ ഈ ജ്ഞാനത്തിലൂടെ, അറിവിലൂടെ, ഭഗവാന്റെ പൂജയിലൂടെ, ഭഗവാന്റെ നാമത്തിലൂടെ ഒക്കെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്ത് കാര്യമാണ് ചെയ്യേണ്ടത്, ചെയ്യാതിരിക്കണം. ചെയ്യേണ്ട കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യണം. അതുകൊണ്ടാണ് മനുഷ്യന് വിശേഷ ബുദ്ധി തന്നിരിക്കുന്നത്. അപ്പൊ ആ പാപപങ്കിലമാം അകം, ആ പാപം എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നത് നമ്മൾ നല്ല പ്രവർത്തികളിലൂടെ ചെയ്ത് ഭാനമാകും. കേവലമായ അറിവ് മാത്രമാണ് എന്ന ബോധ്യം വരും. നമ്മള് ആ അറിവ് മാത്രമാണെന്നുള്ള ബോധ്യം വന്ന ഈ അറിവിനെ ഈ സഞ്ചിത കർമ്മത്തിനോ പ്രാരാബ്ധ കർമ്മത്തിനോ ആഗാമി കർമ്മത്തിനോ പിടിക്കാൻ പറ്റില്ല. അറിവിന് ഈ ഒരു വസ്തുവിനെ അറിവിനെ തൊടാൻ പറ്റില്ല. അറിവായിട്ട് തന്നെ നിൽക്കുള്ളൂ അറിവ്. അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അവിടെ വേറെ ചിന്തകളൊന്നും അറിവിനില്ല. എന്താന്ന് വെച്ചാൽ വലിയൊരു പ്രകാശത്തിൽ നിന്നാണ് നമ്മൾ ചെറിയ കണങ്ങളായിട്ട് ഒരേ ജന്മങ്ങൾ എടുത്തു വരുന്നത്. അവര് വിളക്ക് ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഓരോ ദീപം എടുത്തുകൊണ്ട് പോകുമ്പോൾ വിളക്കിന് യാതൊരുവിധ ആ വിളക്കിന്റെ ദീപത്തിന് ഒരു കുറവും വരുന്നില്ല. എന്ന പോലെ ആ വലിയൊരു പ്രകാശത്തിൽ നിന്നും ഒരേ കണികളായിട്ടാണ് നമ്മൾക്ക് ശരീരത്തിൽ ഈ പ്രകാശം തന്നു വിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ആ വലിയ പ്രകാശത്തിന് ഒരു കോട്ടവും തട്ടുന്നില്ല. അതാ കേവലമായിട്ടുള്ള പ്രകാശമായിട്ട് തന്നെ ഇരിക്കും. അതിൽ നിന്ന് എത്ര പ്രകാശങ്ങൾ പോയിട്ട് ജന്മം എടുത്താലും ആ വലിയ പ്രകാശത്തിന് ഒരു കുഴപ്പവും പറ്റുന്നില്ല. അപ്പൊ ആ കേവലമായ അറിവ് മാത്രമാണ് ഞാൻ എന്ന് വിചാരിക്കുമ്പോൾ ഈ കർമ്മങ്ങൾ 3 എന്ത് ചെയ്യുന്നില്ല, നമ്മളെ ബാധിക്കുന്നില്ല. നമ്മളെ അത് ബാധിക്കുകയില്ല. അറിവാണ് ഞാൻ എന്നുള്ള ചിന്ത എന്ന് വരുന്നു, അന്ന് വരെ ഈ കർമ്മങ്ങളൊക്കെ നമ്മളെ ബാധിച്ചു കൊണ്ടേയിരിക്കും. കാരണം എന്ത് ചെയ്താലും നമുക്ക് അറിയില്ലല്ലോ എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിവില്ല. നമുക്ക് അറിവില്ലാത്ത അറിവാണെന്ന് ഞാനെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഒന്നും അറിയാനില്ല. എല്ലാം അറിയുമ്പോഴാണ് നമ്മൾ അറിവാണെന്ന് അറിയുന്നത്. അപ്പൊ അങ്ങനെ അതേ അറിവിന്റെ പ്രകാശം മാത്രമാണെന്ന് നമ്മൾ അനുഭവമാക്കുക. മൊത്തത്തിലായിരിക്കുന്ന ആ വലിയ വിളക്കിലെ പ്രകാശമാണ്
അതിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ പ്രകാശമാണ് നമ്മളെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രകാശത്തിലേക്ക് ചേരാനായിട്ടുള്ള സഞ്ചാരം തുടങ്ങും. അതിനാണ് ഈ തയ്യാറെടുപ്പുകളാണ് ഈ പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കണം, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം, നാമം ജപിക്കണം, ധ്യാനം ചെയ്യണം, ഭഗവാന്റെ കേശാദിപാദം പാദാദികേശം നിത്യം സ്മരിക്കണം. അങ്ങനെ നിരന്തരമുള്ള ആ നാമജപത്തിലൂടെ നമ്മളുടെ ആ കർമ്മങ്ങളുടെ അളവ് കുറയും. അങ്ങനെ നമ്മൾ അറിവാണെന്നുള്ള ആ ഒരു ഭാവം, ഈ പ്രാരാബ്ധ കർമ്മമൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മൾക്കിടെ മനസ്സിന്റെ ഭാരം കുറഞ്ഞു തുടങ്ങും. നമ്മൾ അറിവാണെന്നുള്ള ചിന്ത വരും. അങ്ങനെ എന്തിനീ സകല പ്രപഞ്ചവും അഖിലം ഉലകവും ഈ സകല പ്രപഞ്ചവും ഭാനമാകും, കേവലം ചിത്തിലാസം മാത്രമാണെന്ന് ബോധ്യമാകും. കേവലത്തിലോ എവിടെയാണ് ആ സകല പ്രപഞ്ചവും ലയിച്ചിരിക്കുന്നത്? നമ്മുടെ ചിത്തിലാണ്. ഈ ചിത്തില് ആ ലയിച്ചിരുന്നില്ലെങ്കിൽ എന്ത് പറ്റും? പറഞ്ഞല്ലോ, ബോഡി ആയിട്ട് കിടക്കുന്ന ശരീരത്തില് ചിത്തില്ലാത്തത് കൊണ്ട് എന്ത് ചെയ്തു? അവിടെ നമ്മൾക്ക് കാണാനോ കേൾക്കാനോ ഭക്ഷിക്കാനോ ഒന്നും സാധിക്കില്ല. ശരീരം ബോഡിയായി പോയി. അപ്പൊ എല്ലാം നമ്മളുടെ ആ ചിത്തിലാണ് ലയിച്ചിരിക്കുന്നതെന്ന്, കേവലം ചിത് വിലാസം മാത്രമാണെന്ന് അറിയണം. അങ്ങനെ അറിയുമ്പോൾ പിന്നെ നമ്മൾക്ക് അറിയാനായിട്ട് ഒന്നും ഉണ്ടാകില്ല. അപ്പൊ ഇതൊന്നുകൂടി ഇത് നമ്മൾക്കൊന്ന് പാടാൻ പഠിക്കണമല്ലേ? എൻ പാപമെയ്വതിന് ഒരമ്പായിടുന്നറിവ് നിൻ പാദത്താരിലെഴുമൻ അൻപാണ് മൗറി ഒരിരുമ്പാം മനം ധനുരഹംഭാവി ആണ് വിജയി അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാനുമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാം ഉലകവും ഭാനമാകും അഖിലം. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദത്താരിലെഴുമെൻ അൻപാണ് മൗറിയൊരിരുമ്പാമ്പനം മനം ധനുരഹംഭാവിയാണു വിജയി അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാവമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം. എൻ പാപമേവതിനൊരമ്പായിടുന്നറിവു നിൻ പാദത്താരിലെഴുമെൻ അൻപാണ് മൗറിയൊരിരുമ്പാമനം ധനുരഹംഭാവിയാണ് വിജയി അമ്പാ തരുന്നു വിജയം പാപപങ്കിലം അഹംഭാവമാകുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം. ആരാ ഒന്ന് ഏഴാമത്തെ ഒന്ന് ചൊല്ലുന്നത്? മനസ്സിലായോന്നറിയാനാ. ഹരിയോം സ്വാമിനി ചെല്ലാം. എൻ പാപമൈവതിനൊരമ്പായിടുന്നറിവ് നിൻ പാദതാരിലെഴുമെന്ന് അൻപാണു മൗർവിയൊരിരുമ്പാം മനം ധനുരഹംഭാവിയാണു വിജയി അമ്പാ തരുന്ന വിജയം പാപപങ്കിലമഹം ഭാനുമാനുമതിനാൽ വൻഭാരമാർന്ന തനുവും ഭാനമാമുലകവും ഭാനമാകുമഖിലം. എല്ലാവർക്കും ഒന്ന് ചൊല്ലാൻ കിട്ടൂലോ അല്ലെ? ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കണേ. ഇത് മന്ത്രങ്ങളായതുകൊണ്ട് നമ്മള് അന്നന്ന് ആ കുറച്ചല്ലേ നമ്മൾ എടുക്കുന്നുള്ളൂ, അത് കാണാതെ പഠിക്കാൻ നോക്കണം. എനിക്കൊരു സംശയം. എൻ പാപം മെയ്വതിനൊരമ്പായിടുന്ന അറിവ് നിൻ പാദതാരിലെഴുമെന്ന്, അവിടെ അങ്ങനെ വേണ്ടേ? അപ്പോഴാണ് അവിടെ അൻപെന്ന് എടുക്കാൻ പറ്റുള്ളൂ. അൻപാണ്. അതെ അതെ, എഴുമൻ. മനസ്സിലായി. അതാ ഞാൻ ഒന്നുകൂടി അതൊന്ന് വീണ്ടും വീണ്ടും പാടിയത്. ആർക്കെങ്കിലും അതിനകത്തേ സംശയം ഉണ്ടെങ്കിൽ അത് തീർത്തു പോകണല്ലോ. ഇത് നല്ല നമുക്ക് പല പ്രാവശ്യം ചിന്തിച്ച് മനനം ചെയ്യാനുള്ള കൃതിയാണിത്. ഇത് നമ്മൾ പാടി തീർക്കല്ല ചെയ്യേണ്ട, നിരന്തരം മനനം ചെയ്യേണ്ട കൃതിയാണ് ഈ നവരത്നമഞ്ജരി എന്ന് പറയുന്നത്. അത്
പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിരന്തരം നമ്മൾ ചിന്ത ചെയ്തിട്ട് പഠിക്കണം. ഇനി നമുക്ക് എന്നാ 8ാമത്തെ അങ്ങോട്ട് എടുക്കട്ടെ. ഹരിയോം ഹരിയോം സ്വാമി. 7ാമത്തെ ഹരിയോം. മനസ്സിലായി കാണൂല. മനസ്സിലായി മനസ്സിലായി. സത്തായി നിന്നു പരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും വൃത്തായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിൻ അത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ സത്തായി നിന്നു പരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും വൃത്തായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി കൊത്തായിടും വിഷയ വിസ്താരമന്നമതിൻ അത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ. അങ്ങനെ നമ്മള് നിരന്തരം ഈ നാമമൊക്കെ ജപിച്ചു കഴിയുമ്പോൾ ചിലര് പറയും ഇങ്ങനെ സിദ്ധിയൊക്കെ ലഭിച്ചു എന്ന് പറയും. സിദ്ധാനുഭൂതി. ചിലർക്ക് സിദ്ധിയൊക്കെ വരാം. എന്താന്ന് വെച്ചാ അതും ഇതിന്റെ ഒരു ഭാഗമാണ്. ചിലപ്പോ കുറച്ച് നാമമൊക്കെ ജപിച്ചു കഴിയുമ്പോൾ സിദ്ധിയൊക്കെ വരാം. അങ്ങനെ സിദ്ധാനുഭൂതിയിലും പോലും അപ്രാപ്യമായിരിക്കുന്ന അങ്ങനെ സിദ്ധന്മാർക്ക് പോലും ഈ അനുഭൂതി എന്താണ്? ലഭ്യമല്ല. അനുഭൂതി വരണമെങ്കിൽ നമ്മള് നല്ലപോലെ പ്രയത്നിക്കണം. എല്ലാം ഈ വന്നിരിക്കുന്ന കെട്ടുപാടുകളൊക്കെ നമ്മളിൽ നിന്ന് പോകുമ്പോഴാണ് ആ അനുഭൂതിയിലേക്ക് നമ്മൾ ചേരുള്ളൂ. അവർക്ക് സിദ്ധന്മാർക്ക് പോലും ഇങ്ങനെ ഭഗവാന്റെ ഒരു അനുഭൂതി കിട്ടണമെന്നില്ല. അവർക്ക് സിദ്ധിയൊക്കെ വരാം. ചിലപ്പോ അനിമ ലഘുമ അങ്ങനെയുള്ള ശരീരമൊക്കെ ചെറുതായിട്ട് വണ്ടിയൊന്നും വേണ്ട അവർക്ക് എവിടെയെങ്കിലും എത്തണമെങ്കിൽ അങ്ങനെയൊക്കെ വരാം. പക്ഷെ ഈ അനുഭൂതി ഉണ്ടാകുന്നത് ഈ നിരന്തരമുള്ള ആ അടുപ്പത്തിലൂടെ. അപ്പൊ നിരന്തരമുള്ള അടുപ്പത്തിലൂടെ എന്ന് പറഞ്ഞാല് നമ്മൾ ഒരു കുഞ്ഞിനെ വളർത്തുകൊണ്ടിരിക്കുക. അപ്പൊ അവൻ വലുതായി പഠിച്ചു എന്നും നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇപ്പൊ വളരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞിട്ട് ഈ കുട്ടി പഠിക്കാനായിട്ട് പുറത്തേക്ക് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെന്നില്ലാത്ത വിഷമം ഉണ്ടാകും. കുട്ടി വീട്ടിലില്ലാത്ത ദുഃഖം, പോയി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും ദുഃഖം, ആ കുട്ടിക്ക് സുഖമാണോ, ഭക്ഷണം കഴിക്കുമെന്ന് പലവിധ ചിന്തകളാല് നമ്മൾ ഇവിടെ ശേഖരിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വര ആധീനം എന്ത് ചെയ്യും? ഈ ചിന്തകൾ വലിച്ചെടുക്കും. അപ്പൊ ഇതുപോലെ നമ്മൾക്ക് ഇപ്പോ ഈ കുഞ്ഞ് നമ്മുടെ സ്വന്തമാണെന്നൊരു സിദ്ധി വരുന്നുണ്ട് അല്ലേ? ഇത് നമ്മുടെ മാത്രമാണെന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ ആ കുഞ്ഞിനെ വളർത്തുന്നത്. ഒരു നിമിഷം നമ്മളിൽ നിന്ന് അങ്ങോട്ട് മാറി നിന്ന് കഴിയുമ്പോഴേക്കും നമ്മളുടെ സ്വഭാവവും എല്ലാം മാറിപ്പോകും. അതുപോലെയാണ് ഈ സിദ്ധി. ചിലപ്പോ കുറച്ചു നാളത്തേക്ക് വരാം, പിന്നെ ചിലപ്പോ വരാതിരിക്കാം. ഈ അനുഭൂതി എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നിമിഷം ലഭിച്ചാല് നമ്മൾ പിന്നെ ആ വലയത്തിൽ നിന്ന് മാറിപ്പോകില്ല. അവിടെയാണ് സിദ്ധിയും അനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം. ആ ഈശ്വരന്റെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് ഏതെങ്കിലും സമയത്ത് ലഭിച്ചു കഴിഞ്ഞാല് നമ്മൾ ആ അനുഭൂതി വിട്ടിട്ട് ആ വലയത്തിൽ നിന്ന് അങ്ങാപ്പുറത്തേക്ക് കടക്കാൻ ഒരിക്കലും പോകില്ല. ഏതൊരു ദുഃഖം വന്നാലും നമ്മൾ വിചാരിക്കും ഈശ്വരൻ നമ്മളെ കാത്തോളും. ഈശ്വരൻ അറിയാതെ നമ്മൾക്ക് ഒരു വിഷമവും വരില്ല എന്നുള്ള ഒരു നല്ല ഉറപ്പ് നമ്മൾക്കുണ്ടാകും. ഒരു സിദ്ധന് അതുണ്ടാകണമെന്നില്ല. കാരണം സിദ്ധി വരെ ചെയ്യാൻ പോകുകയും ചെയ്യും. അതെങ്ങനെ വന്നേന്ന് സിദ്ധന് അറിയില്ല. പക്ഷെ അനുഭൂതി എന്ന് പറയുന്നത് നിരന്തരമുള്ള ആ ധ്യാനത്തിന്റെയും പ്രാർത്ഥനയുടെയും ഭജനയുടെയും ഒക്കെ ആകെ തുകയാണ്. അപ്പോൾ അത് വന്നത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് നമ്മൾക്കറിയാം. അതില്ലാതെ നമ്മൾക്ക് വായു ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലാത്തതുപോലെ ആ ഒരു അനുഭൂതി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നും നമ്മൾക്ക് മനസ്സിലാകും. മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ അത് വിട്ടിട്ട് വേറെ കാര്യങ്ങളിലേക്ക് തേടിപ്പോകില്ല. ഇതിലും വലുത് നമുക്ക് ഇനി ലഭിക്കാനില്ല എന്ന് നമ്മൾക്ക് തോന്നും.
അങ്ങനെ അതിമഹത്തായിടും അതിശയമായ മാഹാത്മ്യമുള്ള ജനനി നിധി. ഈ മാഹാത്മ്യം, ഈ ജനനിയുടെ മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാല് അത് ചെറുതല്ല, അതിമഹത്താണെന്ന് പറയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു കഥ ഞാൻ പറഞ്ഞോന്നറിയില്ല തുടക്കത്തിലെ. ഈ ദേവി ഭാഗവതത്തില് ഭാഗവതം തുടങ്ങുന്നതിന് മുന്നേ അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ഈ ഭൂമി എങ്ങനെ ഉണ്ടായെന്ന് ഒരു കഥ തുടങ്ങുന്നുണ്ട്. ഭൂമി എങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകാനുള്ള കാരണം എന്ന്. അപ്പോ പണ്ട് ഇങ്ങനെ വെള്ളത്താല് ഈ ഭൂമി ഉണ്ടായില്ല. വെള്ളം ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഈ വെള്ളത്തിന്റെ മുകളിൽ താമരയില് ഈ ബ്രഹ്മാവ് ജനിച്ചിരുന്നു. എങ്ങനെ ജനിച്ചെന്നറിയില്ല, ആദ്യത്തെ സൃഷ്ടിയാണ് ബ്രഹ്മാവ്. അപ്പോ ബ്രഹ്മാവ് ഇങ്ങനെ ജനിച്ചു കഴിഞ്ഞപ്പോ ഒരു സ്ഥലമില്ല, ഇരിക്കുന്ന താമര അല്ലാണ്ട് വേറെ ഒരു സ്ഥലവും ഇല്ല. ഇപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു, ഞാൻ എന്തിനാ ഇങ്ങനെ തനി എവിടെ ഇരിക്കണേ എന്ന് വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് ബ്രഹ്മാവിന് പെട്ടെന്ന് ആരോ ഇങ്ങനെ പറയുന്ന പോലെ തോന്നി, തപ തപാന്ന്. അപ്പൊ ബ്രഹ്മാവ് എന്തിനായിരിക്കണ, പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റില്ല, എന്ത് പ്രവൃത്തിയാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോ ആ ഒരു ചിന്ത വന്നപ്പോഴാണ് തപ തപ എന്ന് പറയുന്നത്. അപ്പം ബ്രഹ്മാവ് പതുക്കെ എന്ന തപസ് ചെയ്തേക്കാന്ന് വെച്ചിട്ട്, ആദ്യം വന്ന വാക്കാണ് കേട്ടോ തപ തപ. തപസ് ചെയ്യാനായിട്ട് കണ്ണൊക്കെ അടയ്ക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും രണ്ട് ചെവിയിൽ നിന്നും രണ്ട് അസുരന്മാര് വന്നിട്ട് ബ്രഹ്മാവിനോട് പറഞ്ഞു, വെറുതെ ഇരിക്കല്ലേ, ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ. യുദ്ധം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ബ്രഹ്മാവിന് എങ്ങനെ യുദ്ധം ചെയ്യണമെന്ന് അറിയില്ല. കാരണം ഒന്നും അറിയാതെ ഇപ്പോ ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് വേറൊരു കുട്ടി യുദ്ധത്തിന് എന്നാൽ കുട്ടിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല, കാരണം ശീലമില്ല. ആ സമയത്ത് രണ്ടു പേരാണെങ്കിൽ ഒരടി അങ്ങോട്ട് കൊടുത്ത് രണ്ടടി ഇങ്ങോട്ട് മേടിച്ച് അവർക്ക് യുദ്ധം ചെയ്യാൻ അറിയായിരിക്കും. ഇന്ന് ബ്രഹ്മാവ് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആരോടും തമ്മിത്തല്ലൊന്നും കൂടി ഇല്ലാത്ത ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്യാൻ പറയുമ്പോ ബ്രഹ്മാവ് പറഞ്ഞു, എനിക്കത്ര വശമില്ല എന്ന് പറയാണ്. അപ്പൊ യുദ്ധം ചെയ്തില്ലെങ്കിൽ തോറ്റു എന്ന് പറയാൻ പറഞ്ഞു. തോറ്റു എന്ന് പറയാൻ ബ്രഹ്മാവിന് അത്ര മനസ്സ് വന്നില്ല. കാരണം ഒരു കാര്യം ചെയ്യാതെ എങ്ങനെ തോറ്റു എന്ന് പറയണെന്ന് വെച്ചാൽ ബ്രഹ്മാവ് പതുക്കെ ആ താമരയുടെ തണ്ടേ പിടിച്ചിട്ട് താഴോട്ട് ഇറങ്ങി ചെന്നപ്പോ വിഷ്ണു പാലാഴിയിൽ കിടന്ന് നല്ല ഉറക്കം. അപ്പൊ വിഷ്ണുവിനെ ചെന്ന് പതുക്കെ മുട്ടി വിളിച്ചു. കുറച്ച് അധികം വിളിച്ച പിന്നെയാണ് വിഷ്ണു എഴുന്നേറ്റ് കഴിഞ്ഞപ്പോ ബ്രഹ്മാവ് പറഞ്ഞു, എന്നെ അവിടെ രണ്ടുപേര് വന്നിട്ട് യുദ്ധം ചെയ്യാൻ പറയാന്ന് പറഞ്ഞു. അപ്പൊ വിഷ്ണു കണ്ണൊക്കെ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോ എന്നാ ഞാൻ വരാം എന്നും പറഞ്ഞിട്ട് ബ്രഹ്മാവിന്റെ കൂടെ മുകളിൽ വന്നിട്ട് ഈ മധുകൈടവരോട് യുദ്ധം ചെയ്യാൻ തുടങ്ങണം. പല വർഷങ്ങളോളം യുദ്ധം ചെയ്തു വിഷ്ണു. പക്ഷേ ഇവന്മാര് തോക്കുന്നില്ല, ഒരു ക്ഷീണമില്ല ഇവന്മാർക്ക്. ഒരു പ്രാവശ്യം വിഷ്ണു പറഞ്ഞു, അതെ, നിങ്ങൾ രണ്ടുപേര് എന്നോട് യുദ്ധം ചെയ്യാണ്, ഞാൻ ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇത്തിരി റെസ്റ്റ് വേണം എന്നും പറഞ്ഞ് വിഷ്ണു പതുക്കെ ഒന്ന് മാറി ചിന്തിച്ച്, ഇതെന്താ ഇവരിങ്ങനെ യുദ്ധം ചെയ്യണത്, ഒരു ക്ഷീണമില്ലല്ലോ ഇവർക്ക് ഇത്രയൊക്കെ യുദ്ധം ചെയ്തിട്ടു എന്ന് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു, അവരെന്റെ വരം വാങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് ക്ഷീണമില്ലാത്ത. ഈ മധുകൈടവർക്ക് വരം കിട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട, അവരുടെ ആഗ്രഹം അതാണ്. അപ്പോൾ നീയും വരം കൊടുത്തു എന്ന് പറഞ്ഞു. എന്തുന്നാ വരം കൊടുത്തിരിക്കുന്നത്? ആരാലും മരിക്കരുത്, ആയുധം കൊണ്ട് മരിക്കരുത്, ഭൂമിയിൽ വെച്ച് മരിക്കരുത്, ആകാശത്ത് വെച്ച് മരിക്കരുത്, വായുവിൽ വെച്ച് മരിക്കരുതെന്നൊക്കെയാണ് വരം മേടിച്ചിരിക്കുന്നത്. അപ്പൊ വിഷ്ണു പറഞ്ഞു, ആ റെസ്റ്റ് കഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് പറഞ്ഞു, യുദ്ധം ചെയ്തോ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വരം ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോളാൻ പറയാണ്. അപ്പൊ ഇവര് പറയാണ്, വിഷ്ണുവിന്റെ കയ്യാലെ മരിക്കണമെന്നൊരു വരം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് വീണ്ടും ഇവര് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോ വിഷ്ണു പറയാണ്, എന്റെ മടിയിലേക്ക് നിങ്ങൾ കിടന്നു എന്ന് പറയാണ്. അപ്പൊ അവർക്കൊരാഗ്രഹമുള്ളൂ, വിഷ്ണുവിന്റെ കയ്യാലെ മരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അത് യുദ്ധം ചെയ്തോ എങ്ങനെയൊന്നുള്ള പ്രശ്നമല്ല. അപ്പൊ അവര് കിടക്കാൻ നേരത്ത് ഈ കാലിങ്ങനെ വെച്ചു കൊടുത്ത്, ആരാലെയും കൊല്ലരുന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആയുധത്താൽ കൊല്ലരുത്, വെള്ളത്തിൽ കൊല്ലരുത്, ആകാശത്ത് വെച്ച് കൊല്ലരുത്, വായുവിൽ വെച്ച് കൊല്ലരുതെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മടിയിലേക്ക് കിടന്നോളാൻ പറഞ്ഞു. അപ്പൊ അവരുടെ ശരീരം ഇങ്ങനെ അങ്ങോട്ട് വികസിപ്പിച്ചു. അപ്പൊ ഈ വിഷ്ണുവിന്റെ കാലും വികസിപ്പിച്ചു.
അങ്ങനെ വികസിപ്പിച്ച് വന്നു കഴിഞ്ഞ് ഇവര് ഈ ശരീരം വികസിപ്പിക്കുന്ന ആ ഒരു ചിന്തയിലേക്ക് മനസ്സ് പോയപ്പോഴേ ചക്രം കൊണ്ട് ഈ ശരീരത്തെ കഷ്ണങ്ങളാക്കി വിഷ്ണു. കാരണം അവരുടെ ചിന്ത ഈ ശരീരം എങ്ങനെ വലുതാക്കി വന്നാല് ഈ വിഷ്ണുവിന് കൊല്ലാൻ പറ്റില്ല എന്ന് വെച്ച് അങ്ങനെ ആ ചക്രം കൊണ്ട് കഷ്ണമാക്കി ആ ശരീരം വീണിടൊക്കെ ഭൂമി ഉണ്ടായി എന്ന് പറയുന്നു. അങ്ങനെയാണ് ഭൂമിക്ക് മേദിനി എന്ന് പേര് വന്നത്. ഭൂമിക്ക് മഴ പെയ്യുമ്പോൾ ഒരു മണമുള്ളതുപോലെ നമ്മളുടെ ശരീരവും വിയർത്ത് കഴിയുമ്പോൾ ആ മണം വരുന്നെന്നാ പറയണത്. ഇത് കഥയാണ്, പക്ഷെ നമ്മൾക്ക് ഒരു പാഠം അതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്. അമ്മ പറഞ്ഞിട്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്, അമ്മയുടെ വാക്കനുസരിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുപോലെ നമ്മളും അമ്മ പറയുന്ന വാക്കുകൾ കേൾക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നുകൂടി ഗുരുദേവൻ ഈ കൃതിയിലൂടെ നമ്മൾക്ക് പറഞ്ഞു തരാം. കൃത്തായി നിന്ന് സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നും അറിയും. സത്തായി നിന്നുപരി ചിത്തായി, ആ ഉപരി എന്ന് പറയുന്ന അതിനുപരിയായിട്ട് സത്തായിട്ട് നിന്ന് സകലതിനും ആധാരമായിട്ട് നിൽക്കുന്ന ആ സദ്വസ്തു അതിനുപരിയായിട്ട് സകല ഭാവവിലാസങ്ങൾക്കും മൂലചോദനമായിട്ടിരിക്കുന്നത്. സകലത്തിനും ആധാരമായിട്ടിരിക്കുന്ന ഒരു സദ്വസ്തു ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോ ജീവനും ജീവനില്ലാത്തതുമായ വസ്തുക്കൾക്കും ആധാരമായിട്ടിരിക്കുന്ന ആ സദ്വസ്തു സത്തായി നിന്നുപരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നും അറിയും. ഏകമായ ആനന്ദമായിരിക്കുന്ന അത് നീ തന്നെയാണ് ഒരു മുത്തായി. ആ ഒരു മുത്തുപോലെ ഇരിക്കുന്ന ആനന്ദമായിട്ടിരിക്കുന്ന ആ ആനന്ദക്കനം അത് നീ തന്നെയാണെന്ന് പറയും. എങ്ങനെയൊക്കെ ഇരിക്കുന്നു? സത്തായിട്ടിരിക്കുന്നു, ആകെ മൊത്തം ഒരു സത്തയായിട്ട് ഒരു പ്രകാശമായിട്ടിരിക്കുന്നു. പിന്നെ ഉപരിയായിട്ട് ചിത്തായിട്ടിരിക്കുന്നു, ഓരോരുത്തരുടെയും ചിത്തത്തിലും ഇരിക്കുന്നു. ആകെ മൊത്തം ഒരു അറിവായിട്ടിരിക്കുന്നു, അറിവിൽ നിന്നും ഒരേ ജീവികളുടെയും ചിത്തത്തില് ഇരിക്കുന്നു. രണ്ട്, ആ ചിത്തത്തിലുള്ള അറിവും ഈ ഒന്നായിരിക്കുന്ന അറിവും ഒന്നാണെന്ന് ഒരാൾക്കല്ലാണ്ട് മൃഗങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ ആ രണ്ട് പ്രവൃത്തിയും ചെയ്യുന്നത് ഈ അറിവാകുന്ന ഒറ്റ സത്താണ്. ചിത്തിലിരുന്ന് ആനന്ദിക്കുന്നതും സത്തായിട്ട് പ്രകാശിച്ചു നിൽക്കുന്നതും ഒന്ന് തന്നെ. രണ്ടും ഒരു മുത്തായി മൂന്നും അറിയും. അത് ഒറ്റയായിട്ടിരിക്കുന്ന അന്ന് മൂന്നും അറിയും എന്ന് വെച്ചാല് ചിത്തിനെയും ആനന്ദത്തെയും വക തിരിച്ചുകൊണ്ട് ആനന്ദിക്കുന്ന ഹൃദയമായിരിക്കുന്ന നീയാണ്. ആ ചിത്തിനെയും ആനന്ദത്തെയും, ചിത്തിലാണ് നമ്മൾക്ക് ആനന്ദം ദുഃഖം ഒക്കെ വരുന്നത് ചിത്തിലാണ്. ആ ചിത്തില് സത്തിനെയും ചിത്തിനെയും ഒരുമിച്ച് ചേർത്ത് കഴിയുമ്പോൾ എന്തുണ്ടാകും? വകത്തിരിക്കുന്നത് ഈ ആനന്ദം എന്ന് പറയുന്ന നീയാണെന്ന്. ആ സത്തായിട്ടിരിക്കുന്ന നീ ചിത്തിൽ വന്ന ആനന്ദമായിട്ട് ഇരിക്കുമ്പോൾ അത് തിരിക്കുന്ന ആൾ അമ്മ തന്നെയാണെന്ന് പറയാണ്. ആ സത്തായിട്ടിരിക്കുന്ന വസ്തുവിൽ നിന്ന് ചിത്തായിട്ടിരിക്കുന്ന ഈ ഓരോരുത്തരുടെയും ചിത്തത്തിലേക്ക് വന്ന് ആ ചിത്തത്തിൽ വന്ന് ആനന്ദിക്കുന്ന ആ വസ്തുവും ആര് തന്നെ? അമ്മ തന്നെ എന്ന് പറയാ. ആ മൊത്തത്തിലിരിക്കുന്ന അറിവിൽ നിന്ന് കുറച്ച് നമ്മുടെ ചിത്തത്തിൽ വന്ന് ആ ചിത്തത്തിലുള്ള ദുഃഖവും സുഖവും ഒക്കെ അനുഭവിക്കുന്ന ആ ഒരു ഘടകം എന്ന് പറയുന്നത്, ആ അറിവ് എന്ന് പറയുന്നത് അമ്മ തന്നെ എന്ന് പറയാം. അതിന് വിത്തായി വിണ്ണൊടും മരുത്തായി അത് പറഞ്ഞിരിക്കുകയാണ്. എന്ത്? അത് ഭൂമിയും ആകാശവും വായുവും ഒക്കെ ആയിട്ട് പിരിഞ്ഞു ഇരിക്കും. സത്തായിരിക്കും, അത് ചിത്തിലിരിക്കും, ആനന്ദമായിരിക്കും, പിന്നെ പഞ്ചഭൂതങ്ങളായിട്ടിരിക്കും. അങ്ങനെ പഞ്ചഭൂതങ്ങളായിട്ടിരിക്കുമ്പോ സമയം ആയിട്ടില്ലല്ലോ അല്ലെ? പഞ്ചഭൂതങ്ങളായിട്ടിരിക്കുന്ന ആ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. പഞ്ചഭൂതങ്ങള് മണ്ണ്, വെള്ളം, വായു, ആകാശം, മണ്ണ്, വെള്ളം, വായു, ആകാശം, പിന്നെ അഗ്നി. അപ്പൊ ഈ അഞ്ച് ആ പഞ്ചഭൂതങ്ങളുടെ 5 ഭാഗങ്ങൾ എടുത്തിട്ടാണ് നമ്മുടെ ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത്. മനുഷ്യ നീ മണ്ണാവുന്നു എന്ന് പറയുന്നതാ. ആ പഞ്ചഭൂതത്തിലേക്ക് തന്നെ നമ്മൾ ദഹിപ്പിച്ച് അഗ്നിയും കൂട്ടി വെള്ളവും കൂട്ടി അത് അങ്ങനെ തന്നെ പോകുന്നു. അപ്പൊ ഈ പഞ്ചഭൂതങ്ങളെ നമ്മൾ തുല്യ അളവിൽ എടുത്തിട്ട്
അതിനകത്ത് കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, പഞ്ചപ്രാണനൊക്കെ ചേർത്ത് കഴിയുമ്പോഴാണ് ഒരു ശരീരം ഉണ്ടാകുന്നത്. അപ്പൊ ഈ പഞ്ചഭൂതങ്ങൾ എടുക്കുമ്പോ അതില് വ്യത്യാസം വന്ന തുല്യ അളവിൽ എടുക്കണം. അമ്മ എത്ര ശ്രദ്ധയോടുകൂടിയാണ് ഒരു ജീവൻ കൊടുക്കാൻ നേരത്തുള്ള ശ്രദ്ധ നമ്മൾക്ക് ഈ ശരീരം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടോന്നറിയില്ല. അത്ര ശ്രദ്ധയോടുകൂടി അത് തുല്യ അളവിൽ ചേർത്ത് ഒരു ശരീരം എടുക്കാൻ നേരത്തിട്ട് കൃത്യമായിട്ട് അതിനകത്ത് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഒക്കെ കൊടുക്കണം. അത് എവിടെയെങ്കിലും കൊടുത്താലും നമുക്ക് ഉപയോഗമാകില്ല. അത് കൊടുക്കും. അത് ഇത്ര മാസത്തിൽ ഇന്നതൊക്കെ വേണമെന്ന് പറഞ്ഞാൽ 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വെച്ച് കാലന്റെ കയ്യിലണയാതെ വളർത്തി നീയേ. ആ 4-5 മാസം കൊണ്ട് നയനങ്ങളെ വെച്ചിട്ട് ആ കാലന്റെ കയ്യില് ആ ഒരു വീഴ്ചയൊന്നും വരാതെ ആ ശരീരത്തെ വേണ്ട രീതിയിൽ വെച്ചിട്ട് അങ്ങനെ ആ വയറിൽ കിടക്കുന്ന ആ കുഞ്ഞിനെ അവിടെ ആരുമില്ല, അച്ഛനില്ല, അമ്മയില്ല സംരക്ഷിക്കാനായിട്ട്. ആര് സംരക്ഷിച്ചു? അതാണ് മാതാവ്, പ്രകൃതി മാതാവ്. ഈ സത്തായിട്ടിരിക്കുന്ന ചിത്തിലിരിക്കുന്ന മാതാവാണ് ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും പിന്നീട് പഞ്ചപ്രാണനും കൊടുക്കും. പ്രാണൻ, അപാനൻ, ഉദാനൻ, സമാനൻ, അങ്ങനെ 5 പ്രാണനെയും കൊടുത്ത് ആ 25 തത്വങ്ങള് 24 തത്വങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ അതിനകത്ത് ഭഗവാൻ ഇരുന്നിട്ടാണ് ആ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്. അപ്പോ ആ ഉള്ളിലിരുന്നു കൊണ്ട് ആ കുഞ്ഞ് 2 കൈയും കാലും കൂപ്പിയിട്ട് പറയും, ഭഗവാനെ, ഞാൻ നാരായണ ജപിച്ചില്ല ആദ്യമൊക്കെ, ഇനി ഞാൻ ഇവിടെ വന്നാൽ നാരായണ ജപിച്ചു കൊള്ളാം എന്നൊരു വാക്ക് ആ വയറിനോടും ആ പ്രകൃതിയോടും ആ സത്തിനോടും പറഞ്ഞിട്ടാണ് വയറിൽ കിടക്കുന്നത്. ഇവിടെ വന്ന് ഭൂമിയിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പ്രകാശമൊക്കെ ആ ശരീരത്തിലേക്ക്, ആ തലയിലേക്ക് തട്ടിക്കഴിയുമ്പോൾ ആ കാര്യങ്ങളും ആ വയറിൽ കിടന്ന് അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം ഈ കുഞ്ഞ് മറന്നു പോകുന്നു. പിന്നീട് നല്ലൊരു ഇതിലേക്ക് ആ കുട്ടി വരാണ്. ആ കുട്ടി അപ്പൊ കാണുന്ന കാര്യങ്ങളൊക്കെ സത്യമായിട്ട് വിചാരിക്കുന്നു. ആ പോയ കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളായി തീർന്നിരിക്കുന്നത് നീ തന്നെ എന്ന് പറയാണ്. വിണ്ണോട് മരുത്തായി, ദൃഷ്ടി മുതലായി, ഇതിനൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഇന്ദ്രിയങ്ങളായിരിക്കുന്നത് നീ തന്നെ. ഇന്ദ്രിയങ്ങള് കണ്ണ്, മൂക്ക്, ചെവി, ത്വക്ക്, അങ്ങനെ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ, ഇന്ദ്രിയങ്ങളുടെ കാര്യങ്ങൾ എന്താണ്? ഇന്ദ്രിയങ്ങള് പുറമെയുള്ള അറിവിനെ കണ്ണ് കണ്ടുകൊണ്ട് മനസ്സിന് കൊടുക്കും, ചെവി കേട്ടുകൊണ്ട് കൊടുക്കും, പിന്നെയോ ത്വക്ക് സ്പർശിച്ചു കഴിയുമ്പോൾ സ്പർശിക്കുകയാണെന്ന് പറയും, നാക്കും കൊണ്ട് രുചിച്ചു കൊണ്ട് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ആ ഇന്ദ്രിയങ്ങളിൽ കൂടിയുള്ള അറിവിനെ എവിടെ കൊടുക്കും? മനസ്സിന് കൊടുക്കും. ആ മനസ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോയി അറിവൊക്കെ മേടിക്കാനേ പറ്റുള്ളൂ. അതിനെ തരം തിരിക്കാൻ പറ്റില്ല. ആ തരം തിരിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ ഒരു കുട്ടി ഈ തീയിലേക്ക് കൊണ്ടുവന്ന് കൈ ഒന്ന് വെക്കുകയാണെങ്കിൽ അപ്പൊ തന്നെ ബുദ്ധി പറയും, ബുദ്ധി കൊണ്ട് ചിന്തിക്കണ, കൈ വലിക്ക്, അല്ലെങ്കിൽ കൈ പൊള്ളൂ എന്ന് പറയും. മനസ്സുകൊണ്ട് കൈ അവിടേക്ക് കൊണ്ടുപോയെങ്കിലും മനസ്സിനറിയില്ല ഈ കുട്ടിയുടെ കൈ പൊള്ളൂന്ന്. അത് ബുദ്ധിയാണ്. നമ്മള് നല്ലപോലെ പഠിക്കുന്ന കുട്ടികളെ പറയും നല്ല ബുദ്ധിമാനാണ്, നല്ല ബുദ്ധിമതിയാന്ന് പറയും. അപ്പൊ ആ ബുദ്ധിയാണ് ഈ കാര്യങ്ങളൊക്കെ തരം തിരിച്ച് എടുക്കുന്നത്. മനസ്സിന് അതിനുള്ള ശക്തിയില്ല. എല്ലാ കാര്യങ്ങളും പോയി ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ ഇങ്ങനെ മനസ്സ് നടക്കും. ചെവിയുടെ കൂടെ നടക്കും, കണ്ണിന്റെ കൂടെ നടക്കും, അതുപോലെ തന്നെ ത്വക്കിന്റെ കൂടെയൊക്കെ നടക്കും. പക്ഷെ തിരിച്ച് അറിയാനുള്ള കാര്യം മനസ്സിനില്ല. അതുകൊണ്ടാണ് കുട്ടികളൊക്കെ പറഞ്ഞത് എനിക്ക് പഠിക്കാൻ മനസ്സില്ല, എനിക്ക് കേൾക്കാൻ മനസ്സില്ല എന്നൊക്കെ അവര് പറയുന്നത്. അതൊക്കെ സത്യമാണ്. അപ്പൊ ആ മനസ്സ് ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ആ അറിവ് ബുദ്ധി തരംതിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ഈ മനസ്സിനെ നല്ല കാര്യങ്ങളിലേക്ക് വിടണമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങള് നല്ല ഇടങ്ങളിലിരിക്കണം, നല്ല വസ്തുക്കൾ കാണണം, നല്ല കാര്യങ്ങൾ അറിയണം. പഞ്ചേന്ദ്രിയങ്ങൾ എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങളിലേക്ക് പോകണം. അപ്പോഴാണ് മനസ്സ് നല്ലതിലിരിക്കുള്ളൂ. എപ്പോ പഞ്ചേന്ദ്രിയങ്ങള് നമ്മൾക്ക് പറ്റാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നു
ആ സമയത്ത് നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും, ആ വസ്തുക്കളിൽ പോയിരിക്കും. ബുദ്ധി പിടിച്ചാൽ ഈ മനസ്സിന് ഭയങ്കര മർക്കടാമുഷ്ടിയ, ചിലപ്പോൾ വന്നില്ല എന്ന് വരും. ഇപ്പൊ മദ്യശാലയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ ഭാര്യ വിളിക്കുകയാണ്, ഇങ്ങോട്ട് വാ, നിങ്ങൾ അങ്ങോട്ട് പോകല്ലെന്ന് പറഞ്ഞാലും മദ്യം കൊള്ളില്ല എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാമെങ്കിലും ആ മദ്യത്തിന് മനസ്സുകൊണ്ട് അടിമപ്പെട്ട വ്യക്തി അങ്ങനെ തന്നെ പോകും. എന്നതുപോലെയാണ് ചില വസ്തുക്കൾ നമുക്ക് കൊള്ളില്ല എന്ന് വെച്ചാലും ഈ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ആ മനസ്സിനെ പിടിച്ചു കൊണ്ടുവരാൻ വലിയ വിഷമാണ്. അതുകൊണ്ട് മനസ്സിനെ നമ്മൾ അടക്കാനാണ് ഈ നാമം ജപിക്കുന്നത്. കൊത്തായിടും, ഇന്ദ്രിയ ഗോചരങ്ങളായി തീരുന്നത് എന്ന് വെച്ചാ ഇപ്പം ഈ ചന്ദ്രൻ ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ ചെറുതായിട്ടിരിക്കും, ചിലപ്പോ പൂർണ്ണചന്ദ്രനായിട്ടിരിക്കും. അത് വിഷയവിസ്താരമന്നം, അവസാനമില്ലാത്ത പരന്നു കിടക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഭോഗ്യങ്ങളായിരിക്കുന്ന നീ തന്നെയാണ്. ഈ ഇങ്ങനെ ഈ പൂർണ്ണമായിട്ടിരിക്കുന്ന ഒരു ചന്ദ്രനില് എന്തുണ്ട്? ഈ ലയിച്ചു പോയ കലകളൊക്കെ ഉണ്ട്. അതൊക്കെ ലയിച്ചിട്ടാണ് പൂർണ്ണചന്ദ്രനാകുന്നത്. ഒരേ കലകളും കൊടുത്താണ് പൂർണ്ണചന്ദ്രനായിട്ട് മാറുന്നത്. അത് ഒരേ പ്രാവശ്യവും ഇങ്ങനെ കുറഞ്ഞും പിന്നെ കൂടിയും വരുന്നു. ആ പൂർണ്ണത വരുമ്പോഴാണ് നമ്മൾക്ക് ചന്ദ്രനെ കാണാൻ ഏറ്റവും ഇഷ്ടം. എന്നതുപോലെ അവസാനമില്ലാതെ പരന്നു കിടക്കുന്ന ഈ വിഷയങ്ങളായിരിക്കുന്ന ഭോഗ്യങ്ങളായിരിക്കുന്നത് നീ തന്നെ. ആ ഈ ജന്മം തരുമ്പോ തന്നെ നമ്മൾ ഇങ്ങോട്ട് പുറമോട്ട് വരുമ്പോ തന്നെ ആ ഭോഗ്യ വസ്തുക്കളെ അമ്മ സൃഷ്ടിച്ചു കഴിഞ്ഞു. ഇതിലൊക്കെ നീ ഇരുന്ന് ലയിച്ചോ, ഇതിലൊക്കെ ഇരുന്ന് നീ അനുഭവിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഏതൊരു വ്യക്തിക്കും അതിൻ്റെതായ രീതിയിലുള്ള ഭോഗ്യ വസ്തുക്കളെ സൃഷ്ടിച്ചു കഴിയും. എങ്ങനെ? ഇങ്ങനെ ചന്ദ്രന്റെ കലകൾ കുറഞ്ഞും കൂടി വരുന്നത് പോലെ നമ്മളുടെ ഈ ആവശ്യങ്ങൾ കുറഞ്ഞും കൂടി വരും. ചിലർക്ക് കുറച്ച് വസ്തുക്കൾ കൊണ്ട് ജീവിച്ചാൽ മതി, ചിലർക്ക് അങ്ങനെ പറ്റൂല. ചിലർക്ക് നിറയെ വസ്തുക്കൾ വേണം, ഭോഗ്യ വസ്തുക്കൾ വേണം. അപ്പൊ അങ്ങനെ കൂടിയും കുറഞ്ഞിരിക്കുന്ന ആ വസ്തുക്കൾ ആര് തന്നെ? ഈ അമ്മ തന്നെ. ഓരോ മനസ്സിലും വരുന്ന ആ ചീത്ത വികാരാണെങ്കിലും നല്ല വികാരാണെങ്കിലും ആര് തന്നെയാണെന്ന് പറയുന്നു? അതും അമ്മ തന്നെ. അതിന് അത്താവുമായി വിലസും. ഈ വിസ്താരം അന്നം, അവസാനമില്ലാതെ പരന്നു കിടക്കുന്ന വിഷയങ്ങളായിരിക്കുന്ന ഈ ഭോഗ്യങ്ങളായിരിക്കുന്ന നീ തന്നെ അതിന് അത്താവുമായി വിലസും. ഇതിനൊക്കെ അറിയുന്നവനും അനുഭവിക്കുന്നവനും ആയിരിക്കുന്നത് നീ തന്നെ. ആ അത്തരം വസ്തുക്കൾ ഇരിക്കുന്ന വസ്തു നീ തന്നെ, അത് തേടി പോകുന്ന ആള് നീ തന്നെ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം വിശേഷ രൂപങ്ങളിലായി വിലസുന്നത് ആര് തന്നെ? അതിൽ ലസിക്കുന്നത്. നീ ലാസ്യവാട് ആടിവിടുമു എന്ന് പറഞ്ഞു. ആ ലാസ്യം ആര് തന്നെയാണ്? അമ്മ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയുകയാണ്. ഇത് നമ്മൾ മനനം ചെയ്താലേ പറ്റുള്ളൂ. അല്ലാതെ ഒന്ന് വായിച്ചു കഴിഞ്ഞാല് അത്രയും നമ്മൾക്ക് കിട്ടില്ല. ഒന്നുകൂടി ഒന്ന് പാടാം. സത്തായി നിന്നു പരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും. കൃത്തായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി. കൊത്തായിടും വിഷയവിസ്താരമന്നമതി നത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ. ഒന്നുകൂടി പാടാം. സത്തായി നിന്നു പരി ചിത്തായി രണ്ടുമൊരു മുത്തായി മൂന്നുമറിയും. കൃത്തായി നിന്നതിന് വിത്തായി വിണ്ണൊടു മരുത്തായി ദൃഷ്ടി മുതലായി. കൊത്തായിടും വിഷയ വിസ്താരമന്നമതി നത്താവുമായി വിലസും. സിദ്ധാനുഭൂതിയിലും എത്താതെയാമതി മഹത്തായിടും ജനനി നീ. അടക്കാനാവാത്ത ആ എണ്ണമില്ലാത്ത ആനന്ദത്തെ നമ്മൾ അനുഭവിച്ച് എന്താകുക? മുക്തരായി തീരുക. ഈ ജീവിത ചക്രത്തിൽ നിന്ന് നമ്മൾ മാറാൻ നോക്കുക. ഇതിനകത്ത് നിന്ന് ജനിച്ച് പോകാതെ ഇതുപോലെയുള്ള കൃതികളൊക്കെ പഠിച്ച് മനനം ചെയ്ത്
നമ്മൾ മുക്തിക്ക് പാത്രമാകാനായിട്ട് ശ്രമിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ ഇങ്ങനെ ഒരു ജനനി നവരത്ന മഞ്ജരി ആയി തീർന്നിട്ടില്ല. ഒരു ശ്ലോകം കൂടെ ഉണ്ട്. ക്ലാസ് എടുക്കാനായിട്ടുള്ള ഒരു അവസരം തന്ന നമ്മുടെ ഗ്രൂപ്പിന് ഞാൻ നന്ദി പറയുകയാണ്. നമുക്ക് കിട്ടുന്ന ആ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടെ പകർന്നു കൊടുത്താലാണ് അത് കൂടുതലും നമ്മൾക്ക് പ്രദാനം ചെയ്യുള്ളൂ. നമ്മളിൽ തന്നെ ഇരുന്നാല് അത് ക്ഷയിച്ചു പോവുള്ളൂ. അറിവ് നമ്മൾ ദാനം ചെയ്യണം. അപ്പൊ അത് മാത്രമാണ് ചെയ്യുന്നത്. അതിന് അവസരം തരുന്ന നമ്മൾക്ക് പ്രത്യേകം നന്ദി പറയണം. നന്ദി, നമസ്തേ, ഉപാധജയ. ഹരിയോ സ്വാമിനി. ഹരിയോ സ്വാമിനി. ഇത്ര നേരം നമുക്ക് ഒരു 2 ശ്ലോകങ്ങൾ മുഴുവനായിട്ട് പഠിപ്പിച്ചു തന്നു. ഞങ്ങൾ ഇത്ര നേരം നന്നായിട്ട് ജനനി നവരത്ന മഞ്ജരിയുടെ 3 ശ്ലോകങ്ങൾ പഠിപ്പിച്ചു തരിക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല ഭംഗിയായി വളരെ വ്യാഖ്യാനിച്ച് നന്നായിട്ട് പറഞ്ഞു തന്ന സ്വാമിനിക്ക് സമിതിയുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഗുരുസ്തുതിയും ദൈവദശവും ചൊല്ലിയ ബീനാക്കും നന്ദി പറയുന്നു. ഇത് ശ്രവിച്ച എല്ലാ യോഗ ബന്ധുക്കൾക്കും ഏറ്റവും നല്ലപോലെ ഹൃദയത്തിന്റെ ഭാഷയിൽ ആദരവും നന്ദിയും അറിയിച്ചുകൊണ്ട് നമുക്ക് ലോക കല്യാണ മന്ത്രം ചൊല്ലാം. നിവർന്നിരിക്കാം, കൈകൾ നമസ്കാര സ്ഥിതിയില്. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. എല്ലാവർക്കും ശുഭരാത്രി. നന്ദി, നമസ്കാരം. ഹരി ഓം.